ഒരു ക്യൂവിൽ നിൽക്കുമ്പോൾ ഇവൻ തന്ത്രപൂർവ്വം ഈ വൃദ്ധയുടെ ഹാൻഡ്ബാഗിലേക്ക് കൈ കടത്തി കാശ് അടിച്ചു മാറ്റുന്നു. ഉടനെ അയാൾ അത് പിന്നിൽ നിന്നിരുന്ന തന്റെ കൂട്ടാളിക്ക് കൈമാറി. പക്ഷേ ഇയാൾ അത് കണ്ടു. ഹേയ്, പണം തിരികെ തരൂ, നിങ്ങൾ എന്താണ് ചെയ്തതെന്ന് ഞാൻ കണ്ടു. യുവതി മുഖം ചുളിച്ചു. നിങ്ങൾ എന്താണ് സംസാരിക്കുന്നത്? നിങ്ങൾ അവളുടെ ബാഗിൽ നിന്ന് കാശ് എടുക്കുന്നത് ഞാൻ കണ്ടു. ബഹളം കേട്ട് വൃദ്ധ തിരിഞ്ഞു നോക്കി. കുഴപ്പമില്ല, അവൾ പറഞ്ഞു, ഞാൻ പണം വീട്ടിൽ വച്ചിട്ടുണ്ടാകാം. കള്ളൻ പുഞ്ചിരിച്ചു. കണ്ടോ, അവൾ പോലും അത് മറന്നു എന്ന് പറയുന്നു. അതിനാൽ ദയവായി നിങ്ങളുടെ കാര്യം ശ്രദ്ധിക്കുക. എന്നിട്ട് അവൾ വീണ്ടും വൃദ്ധയുടെ നേരെ തിരിഞ്ഞു. സത്യം പറഞ്ഞാൽ ഈ ജോലി നിങ്ങളെപ്പോലുള്ളവർക്കുള്ളതല്ല. നിങ്ങൾക്ക് നടക്കാൻ പ്രയാസമാണ്. എന്തായാലും മുത്തശ്ശിമാരെ ആരാണ് നിയമിക്കുന്നത്? വൃദ്ധ വേദനയോടെ നോക്കി മാറിപ്പോകാൻ തയ്യാറായി. പക്ഷേ പിന്നിലുണ്ടായിരുന്നയാൾ ഇടപെട്ടു. പോകരുത്, അവൻ പറഞ്ഞു. നിങ്ങൾ ഇത്രയും ദൂരം വന്നു. നിങ്ങൾ ഒരു അവസരം അർഹിക്കുന്നു. വൃദ്ധ അവനെ നോക്കി. എന്നിട്ട് ചോദിച്ചു, നിന്റെ കൂടെയുള്ള ആ കൊച്ചു പെൺകുട്ടി ആരാണ്? എന്റെ മകൾ, അയാൾ മറുപടി പറഞ്ഞു. വൃദ്ധ തന്റെ കീറിയ ബാഗിൽ കൈ നീട്ടി ഒരു ചെറിയ കളിപ്പാട്ടം പുറത്തെടുത്തു. ഇതാ അവൾക്കുള്ള സമ്മാനം.